മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുതവരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി നാട്ടിലെത്തിച്ചു. വിവാഹ ചെലവുകൾക്ക് പണം തികയില്ല എന്ന ചിന്തയിൽ നാടുവിട്ടതാണെന്ന് വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞു. വിഷ്ണുജിത്ത് വിഷാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിപിൻ, വിഷ്ണുജിത്തിനെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഈ രീതിയിൽ എന്താണ് വിവാഹത്തിന് പണം തികയില്ല എന്ന ചിന്തയിൽ നാടുവിട്ടു എന്ന ആ കാര്യം അത് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അതെ, വിഷ്ണുജിത്ത് സ്വമേധയാ പോയത് തന്നെയാണ്. അല്പസമയം മുൻപാണ് മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണുജിത്തിനെ എത്തിച്ചത്. അവിടുന്ന് മൊഴിയെടുത്തതിന് ശേഷം ഇപ്പോൾ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇങ്ങനെ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്കൊപ്പം വിഷ്ണുജിത്തിന് പോകാൻ കഴിയുക. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അതായത് പണം തികയില്ല എന്നുള്ള വിവാഹത്തിന് പണം തികയില്ല എന്നുള്ള ചിന്തയിലാണ് ഇവിടെ നിന്നും നാട് വിട്ടു പോയത്. ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു. അതിന് സ്വർണം വാങ്ങുന്നതിന് വേണ്ടിയാണ് സുഹൃത്തിൻ്റെ അടുത്ത് പണം കടം വാങ്ങുന്നതിന് വേണ്ടി പാലക്കാട്ടിലേക്ക് പോയതായിരുന്നു. പക്ഷേ ആ പണമൊന്നും തൻ്റെ വിവാഹത്തിന് തികയില്ല എന്നുള്ള ഒരു ചിന്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിഷ്ണുജിത്തിന് ഉണ്ടായിരുന്നു. വീടിൻ്റെ പണിയും വിവാഹവും ഏകദേശം ഒരേ സമയത്ത് വന്നതോടുകൂടി തന്നെ പണമില്ല എന്നുള്ളൊരു ചിന്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായി. അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 1 ലക്ഷം രൂപ പാലക്കാട്ടത്തെ സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഈ 1 ലക്ഷം രൂപയിൽ 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ബാക്കി 90,000 രൂപയിൽ 50,000 രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 40,000 രൂപയിൽ 20,000 രൂപ ഈ 6 ദിവസത്തെ ചിലവിനായാണ് എടുത്തിരിക്കുന്നത്. ശരി, എന്തായാലും ആ രീതിയിൽ തന്നെയാണ്, മറ്റാരും തട്ടിക്കൊണ്ടുപോയതല്ല, ഈ രീതിയിൽ സ്വമേധയാ നാടുവിട്ടു പോയതാണ് എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. വിഷാദ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി പോലീസ് അനുബന്ധമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിപിൻ സി വിജയനാണ് മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്.